എല്ലാവർക്കും വേണ്ടി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു എന്നുള്ള നമ്മുടെ പരമ്പരയിൽ കൂടി നമ്മൾ അന്ത്യകാല യുദ്ധങ്ങൾ, ഇറാൻ ഇസ്രയേൽ യുദ്ധം, അതുകൂടാതെ ആ യുദ്ധങ്ങളുടെ കാരണം എന്താണെന്നുള്ള സബ്ജക്റ്റ് പഠിച്ച് ആൻറ്റി ക്രൈസ്റ്റ്, ദാനിയേൽ പ്രവചനം വിവരിച്ച്, ലോകത്തിൽ വന്നുപോയ 4 സാമ്രാജ്യങ്ങളും എല്ലാം വിവരിച്ച്, അവസാനം നമ്മൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ ദാനിയേലിൻ്റെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വരുമ്പോൾ ആകാശമണ്ഡലിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്പിരിച്വൽ വാർഫെയർ അല്ലെങ്കിൽ ആത്മീയ യുദ്ധം. ഇതൊരു ശ്രേഷ്ഠകരമായ സബ്ജക്റ്റാണ്. പക്ഷേ ഇത് ആഴത്തിൽ ദൈവവചനം പഠിക്കുന്നവർക്കേ മനസ്സിലാകുകയുള്ളൂ. അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സ്പിരിച്വൽ വാറിനെ കുറിച്ച് പഠിക്കുമ്പോൾ 3-ാം ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരുന്നത്. ആക്ച്വലി കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് ഇതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് ഇതിൻ്റെ മുൻപിൽ വന്നിട്ടുള്ള എപ്പിസോഡുകൾ കാണാൻ ശ്രമിക്കുക. 1-ാം ഭാഗം തൊട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. എങ്കിലേ ഇത് കുറച്ചുകൂടെ മനസ്സിലാകുകയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായിട്ട് ഇവിടെ നടക്കുന്ന സ്പിരിച്വൽ വാർ അല്ലെങ്കിൽ സാത്താൻ്റെ ഒരു പോര് ദൈവമക്കളോട് എല്ലാവരോടും ഉണ്ടെന്നുള്ളതും അത് ക്രിസ്ത്യൻ സഭയോട് കൂടുതലുണ്ടെന്നുള്ളതും പൗലോസ് അപ്പോസ്തലൻ ആൻഡ് പത്രോസ് അപ്പോസ്തലൻ എന്നിവർ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ 1 പത്രോസ് 5:8 നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലറി വിളിക്കുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വാർഫെയറിലാണ് അല്ലെങ്കിൽ വാർ ഫീൽഡിലാണ് ദൈവമക്കൾ നിൽക്കുന്നതുള്ളത്. പല ദൈവമക്കളും മറന്നുകൊണ്ട് അവർ ഈ ക്രിസ്തീയ ജീവിതം വളരെ ഈസിയാണെന്നും ഇതേതാണ്ട് 1 വെച്ചാൽ 2 കിട്ടും, അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിനെ ആരാധിക്കുന്ന അനേകരുണ്ട്. എന്നാൽ അതല്ലെന്നും ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ ആദ്യപടി സ്റ്റെപ്പുകളാണെന്നും അവിടെ നമ്മൾ ഈ സാത്താനോട് ജയിക്കണമെന്നും ഇതൊരു വാർഫീൽഡാണെന്നുമുള്ളത് മനുഷ്യൻ മറന്നു പോകുന്നു. ഈ സബ്ജക്റ്റ് വളരെ ആഴമായിട്ട് ആക്ച്വലി ദൈവവചനത്തിലെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളാണ് ഈ വാർഫെയർ അല്ലെങ്കിൽ സൈത്താന്യ പോരുകൾ. അതിനെ അനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. എഫേസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എന്നുള്ള 4 ഭാഗങ്ങളും അതിൻ്റെ ഉപവിഭാഗങ്ങളും ഒക്കെ കുറേശ്ശെയായിട്ട് ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം അടുത്തത് നമ്മൾ ചിന്തിച്ചത് 2 കൊരിന്ത്യർ 11:13 വാക്യമായിരുന്നു. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന, നിനക്ക് കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാരല്ലാതിരിക്കുകയും അവർ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാർ എന്ന് കണ്ടതും എന്നുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ അപ്പോസ്തലനെ വെളിപ്പാട് പുസ്തകത്തിൽ കൂടി വെളിപ്പെടുത്തുന്ന ഭാഗവും നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഈ കള്ള അപ്പോസ്തലന്മാരെ, കള്ളപ്രവാചകന്മാരെ, ആഴമായ ദൈവവചനം പഠിക്കാതെ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ തിരിച്ചും മറിച്ചും പഠിപ്പിക്കുന്നവരെ, ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളെ ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയോ പേരെടുക്കാൻ വേണ്ടിയോ തിരിച്ചു പറയുന്നവരെ, ഇങ്ങനെ അനേക കൂട്ടരെ നമ്മൾക്കിവിടെ കാണാം. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അവസാനം പറഞ്ഞത് യൂദായുടെ ലേഖനത്തിലെ ഏതാനും ചില കാര്യങ്ങളാണ്. അവിടെ ഏതാണ്ട് 7 കാര്യങ്ങളാണ് യൂദായുടെ ലേഖനങ്ങൾ പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. നമുക്ക് ചില ദൃഷ്ടാന്തങ്ങൾ തന്നിരിക്കാം. സത്യത്തിൽ ഈ യൂദായുടെ ലേഖനം വളരെ ശ്രേഷ്ഠകരമായ ഒരു ലേഖനമാണ്. ഒരു അധ്യായം അല്ലെങ്കിൽ 25 വാക്യങ്ങൾ കൊണ്ട് അത് ഒതുക്കി നിർത്തിയിരിക്കുന്നെങ്കിലും അതിനകത്ത് സ്ട്രോങ്ലി ഉള്ളൊരു വാണിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിലെ ചില വാക്യങ്ങളൊക്കെ നമുക്ക് കാണാതറിയാമല്ലോ. എന്താണ് ഇതിനകത്തെ കണ്ടന്റ് എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ കണ്ടന്റ് അറിയണമെങ്കിൽ 1, 2, 3 വാക്യങ്ങൾ വായിക്കണം. അതിൻ്റെ 3-ാം വാക്യം, പ്രിയരെ,
നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. യൂദാ വളരെ പ്രയത്നം ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിന്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്, ഈ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പോരാടണം. എഫേസ്യ ലേഖനത്തിലും പറഞ്ഞ എന്താ, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും എന്നുള്ളൊരു വലിയ ഇവിടുത്തെ ലോകാധിപതികൾ ഇവിടെ കവർ ചെയ്തിരിക്കുന്ന പൈശാചിക പോരുകളോടുമാണെന്നുള്ളതാണ് നമ്മൾ അവിടെ ആ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞത്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് യൂദായും പ്രകടമാക്കുന്നത്. 4-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്താ ഈ പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു പറയാൻ കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. കാരണം സോഫ്റ്റ്വെയർ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇനി അതിനകത്തൊരു ചേഞ്ചിങ് ഇല്ലെന്നുള്ളതാണ്. അത് എന്താണ്, ഇന്ന തെറ്റുകൾ ഇന്ന കുറവുകൾ വന്നാൽ അതിൻ്റെ ശിക്ഷാവിധി എന്തെന്നുള്ള പണിഷ്മെൻ്റ് എന്നുള്ളത് കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ മനുഷ്യൻ്റെ പ്രവർത്തികൾ സ്വർഗത്തിലെ കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്യുന്നു. പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും വീഴുന്നു. ആ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും അനുസരിച്ചാണ് വിധി വരുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർ, ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്ന കുറേ കള്ള അപ്പോസ്തലന്മാരും കള്ളപ്രവാചകന്മാരും ദൈവവചനത്തെ തുച്ഛീകരിക്കുക, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അറിയാതെ സ്വയം ദൈവദാസന്മാരായി നടിച്ചുകൊണ്ട് അവർ ദൈവവചനത്തെ തുച്ഛീകരിച്ച് ലളിതമാക്കി കാറ്റിൽ പറത്തുന്ന കുറേ കൂട്ടരുണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്നത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് 7 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും എൻ്റെ കണക്കിൽ ഞാൻ പറയുന്നത്. 1, മിസ്രയിൽ നിന്ന് രക്ഷിച്ചവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആരെയാണത്? ഇസ്രായേൽ മക്കൾ 215 വർഷം അവർ മിസ്രൈമിലായിരുന്നു. 215 വർഷം കഴിയുമ്പോൾ അവരെ അവിടുന്ന് ദൈവം വിളിച്ചുകൊണ്ട് വന്നെങ്കിലും ഇവർ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടും മോശയ്ക്കും അഹരോനുമെതിരായിട്ടൊക്കെ പിറുപിറുത്തത് കൊണ്ടും അവരോട് പറഞ്ഞു, 40 വർഷം നിങ്ങളെ ഞാൻ ഈ മരുഭൂമിയിൽ കൂടി ഇങ്ങനെ വട്ടം നടത്തിക്കൊണ്ടിരിക്കും. ഈ തലമുറ മുഴുവൻ നശിക്കും. 2 പേരെ കനാൻ നാട്ടിലേക്ക് കയറുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി പുതിയ തലമുറയായിരിക്കും കയറുന്നത്. അങ്ങനെ ആ തലമുറ മുഴുവൻ മരിച്ചു കഴിഞ്ഞാണ് ദൈവം ഇവരെ കനാൻ നാട്ടിലേക്ക് കയറ്റുന്നത്. അതാണ് മിസ്രയീമിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്നവരെ നശിപ്പിക്കുന്നത്. 2, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് വേറൊരു സബ്ജക്റ്റാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതന്മാരെ പാപം ചെയ്തു, തങ്ങളുടെ വാസസ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നവർ നിന്നില്ല. അതെൻ്റെ സാത്താന് പ്രവർത്തന പദ്ധതി അല്ലെ സാത്താൻ്റെ ക്ലാസ്സിലാണ് നമുക്കത് പഠിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടരെ ഇവിടെ ബന്ധിച്ചിട്ടുണ്ട്. അത് വിശ്വാസികളെ നിങ്ങൾ അറിയണം. അതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമാണ്. കാരണം പെർഫെക്റ്റായിട്ട് വചനത്തെ കൂട്ടിക്കളയാതെ നമ്മൾ നിൽക്കണം. 3 പറയുന്നത് 7-ാം വാക്യത്തിലാണ്. അതുപോലെ തന്നെ സോദോം ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇന്നത്തെ ചാവുകടലൊക്കെ എന്താ, അതിനകത്തൊരു ജീവജാലങ്ങളും ഇല്ലാത്തത്. എല്ലാം അവിടെ ചത്തുപോയതിൻ്റെ കാര്യമെന്നാ, ഗന്ധകം കൊണ്ട് ഒരു ആറ്റോമിക് ബോംബുള്ള ബോംബിട്ടു. ദൈവം സ്വർഗത്തിലെ തീയിറക്കിയത് നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ പറയുന്ന 8-ാം വാക്യത്തിൽ അത് ദൃഷ്ടാന്തമായി കിടക്കുന്ന, ആർക്ക് ദൃഷ്ടാന്തം? പുതിയ നിയമസഭയിലെ വിശ്വാസികളാകുന്ന നമുക്ക് ദൃഷ്ടാന്തമായി കിടക്കുകയാണ്. അതുകൊണ്ട് മോഹിച്ചിട്ട് ദൈവവചനത്തെ തെറ്റിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി, കാരണം ഉപജീവന മാർഗമാക്കി, ലക്ഷറി ലൈഫിനുള്ള ഒരു മാനദണ്ഡമാക്കി, ഒരു മാർഗമാക്കി ഏകനാഥന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നിഷേധിക്കുക. ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രശ്നമല്ല. അവർ സ്വയം
സ്വയമായിട്ട് നിയമം ഉണ്ടാക്കുക. വചനത്തിനൊന്നും പ്രശ്നമില്ല അവർക്ക്. അതങ്ങനൊന്നും അല്ലെന്നാണ് പറയുന്നത്. 4-ാമത്തെ വിഷയം 9-ാം വാക്യത്തിലെ, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നതാകിയാൽ ഒക്കെയും തങ്ങളെ തന്നെ അവർ വഷളാക്കുന്നു. ആര്? ഈ നുഴഞ്ഞു വരുന്ന പുതിയ നിയമസഭയിലേക്ക് വന്നിരിക്കുന്ന ആരുമാകട്ടെ. ഇത് ഞാനല്ല പറയുന്നത്, യൂദായുടെ ലേഖനമാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന ഇങ്ങനെ, നമ്മുടെ കർത്താവിനെക്കുറിച്ചും കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കുന്നൊരു ഇതിനകത്തുണ്ട്. അതുകൊണ്ട് യൂദാ പറഞ്ഞു തരികയാണ് കുറെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ കുറെ ദൃഷ്ടാന്തങ്ങൾ. ഇങ്ങനെയാണ് പഴയ കാലത്ത് സംഭവിച്ചത്. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസികളെ കോൺഷ്യസ് ഉള്ളവരായിരിക്കണം. നിങ്ങൾ ഉറങ്ങുന്നവരാകരുത്, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. 5-ാമത്തെ പോയിന്റ് 11-ാം വാക്യത്തിൽ, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച്, കായീൻ്റെ വഴി എന്ന് പറഞ്ഞാൽ മോഹങ്ങളിൽ കൂടെ പോയി ദൈവപ്രമാണം വിട്ടുള്ള യാഗം നടത്തി കായീൻ. അതുപോലെ തന്നെ വ്യവസ്ഥ വിട്ടുള്ള വഴിയിൽ സഞ്ചരിച്ചു. ബിലെയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. എന്തായിരുന്നു ബിലെയാമിൻ്റെ വഞ്ചന? ഒറ്റ വാക്കിൽ പറഞ്ഞു പോവുക. ബിലെയാം ആക്ച്വലി ദൈവത്തിൻ്റെ പ്രവാചകനല്ലായിരുന്നു. അവൻ കവടി നിരത്തി ലക്ഷണം പറയുന്നവനായിരുന്നു. അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്, ലക്ഷണം നോക്കുന്ന ബിലെയാമിനെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ ബിലെയാം ബാലാക്കിനോട് പറയുന്നുണ്ട്, ഞാൻ ശപിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവസാനം ഒരു കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ നല്ല സഹോദരിമാരെ അണിഞ്ഞൊരുങ്ങി ഇവരുടെ ചെറുപ്പക്കാരുടെ മധ്യത്തിലേക്ക് വിടുക, അവരിവരോട് കൂടി ശയിച്ച് യഹോവയാൻ ദൈവം വെറുക്കും. അത് ദൈവം ഒരിക്കലും അംഗീകരിക്കത്തില്ല. മോവാബിയ സ്ത്രീകളെ ഇവരുടെ മധ്യത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവരെ പാപത്തിലേക്ക് വിടുന്നതാണ് ബിലെയാം ചെയ്ത വലിയ കൊടും ക്രൂരകൃത്യം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ബിലെയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. അടുത്തത് 7-ാമത്തേത്, കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ആരെ? ഇങ്ങനെയുള്ളവർ. ഇത് ദൃഷ്ടാന്തമാണ്. കോരഹ് അഹരോനും മോശയ്ക്കും എതിരായി പിറുപിറുത്തു. അങ്ങനെ ഭൂമി പിളർന്ന് അവരെ ദഹിപ്പിച്ചു കളയുകയായിരുന്നു. അങ്ങനെ ആ വംശം മുഴുവൻ നശിച്ചുപോയി. പിന്നെ അവരുടെ തലമുറ കുഞ്ഞുങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടു വരുന്നത്. ഇവിടെ 7 കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തന്നിട്ടൊരു സ്ട്രോങ്ലി വാണിംഗ് ആണ് ദൈവമക്കൾക്ക് തരുന്നത്. ഈ 7 ദൃഷ്ടാന്തങ്ങൾ കിടക്കുന്നതുകൊണ്ട് ദയവ് ചെയ്ത് ദൈവമക്കളെ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരെ, നിങ്ങൾ ഉപജീവന മാർഗത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വചനം ശരിക്കും ഗ്രഹിക്കാതെ തെറ്റിലേക്ക് ജനത്തെ പറഞ്ഞു വിട്ട് മെറ്റീരിയൽ ബ്ലെസ്സിങ് മാത്രമേ ഉള്ളൂ, അതിന് കഷ്ടമില്ല, പ്രയാസമില്ല എന്നൊക്കെയുള്ള ദുരുദ്ദേശ പഠിപ്പീര് വിട്ട് അലപൊന്നെ അലങ്കരിക്കാം, ലോകമോഹങ്ങളൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു പഠിപ്പിലേക്ക് പോകുന്നവർ ഉണ്ടെന്നാണ് ഇത് വരുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡുകളിലും പറഞ്ഞതാ, എങ്ങനെയാണ് 45,000 ഡിനോമിനേഷൻസ് ഇവിടെ ഉണ്ടായത്? അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഇതാണ്. ഇനി ഇവിടെ വേറൊരു 5 പോയിന്റ് കൂടെ എനിക്ക് തോന്നുന്നു, അത് ഞാൻ എണ്ണി പറയാം. 12-ാം വാക്യം, ഇവർ ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. കാരണം ഇവരാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷേ നല്ല ആഹാരം കഴിക്കുമ്പോൾ ഒരു നല്ല കല്ല് കടിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയുള്ള പാറക്കഷ്ണങ്ങളായി വരും. കാര്യത്തോട് അടുക്കുമ്പോഴേ ഇവരുടെ സ്വഭാവം നമുക്കറിയത്തുള്ളൂ. മറിഞ്ഞു കിടക്കുന്ന പാറകളും നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവരാ. അപ്പം 2 പോയിന്റായി. ഒന്ന്, പാറക്കഷ്ണങ്ങൾ നമ്മളോടുകൂടെ വിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ദൈവമക്കൾ ചിന്തിച്ചോണം. നമ്മുടെ വീട്ടിലെ ആഹാരമല്ലിത്. നമ്മുടെ സഭയിലെ ആത്മീയമായ വിളമ്പലും വിരുന്നും അതുപോലെ തന്നെ തിരുവത്താഴും ഒക്കെ തരുന്നവരോ കൊടുക്കുന്നവരോ എടുക്കുന്നവരോ ഒക്കെ ഇതിനകത്ത് പെടും. നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. അപ്പം 2 പോയിന്റ്. 3-ാമത്തേത്, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. 3-ാമത്തേത്, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും
രണ്ടൊരു ചത്ത വേരിറ്റും പോയ വൃക്ഷങ്ങൾ. 5 തങ്ങളുടെ നാണക്കേര് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ. അതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തേത് അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ദുരൂപദേഷ്ടാവ് അല്ലെങ്കിൽ യഥാർത്ഥ ദൈവദാസന്മാരല്ലാത്ത ദൈവമക്കളെ ദൈവവചനം കമ്പയർ ചെയ്ത് ദൈവമക്കൾക്ക് ബോധം വരുത്തി തരുന്ന ലേഖനമാണ് യൂദായുടെ ലേഖനം. അതാണ്ട് 7 ദൃഷ്ടാന്തങ്ങളും 6 ഇവരുടെ വിശേഷണങ്ങളുമാണ് ഇതിനകത്ത് ഞാൻ സംസാരിച്ചത്. ഇത് 7 ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാര്യമായി പഠിക്കേണ്ടതാണ്. 2, 6 ഇവരെക്കുറിച്ചുള്ള വിവരണങ്ങളും പഠിക്കേണ്ടതാണ്. അതിൽ 6ാമത്തെ വിവരണമാണ് അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഇങ്ങനെയുള്ള നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മളിത് അറിയണമല്ലോ. ഇപ്പം മൂളി പറഞ്ഞ കുറേ കാര്യങ്ങൾ, വേരുറ്റതും രണ്ടൊരു ചത്തതും വേരില്ലാത്തതുമായ വൃക്ഷങ്ങൾ എന്നൊക്കെ പറയുമ്പം നമുക്കൊരു ഇമാജിനേഷൻ അതിനെക്കുറിച്ച് ഉണ്ടാകണം. കാരണം ഇത് മുരടിച്ചു പോയിട്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോവും, അതിൻ്റെ വേര് ദ്രവിച്ചു പോകുന്നു അല്ലെങ്കിൽ നശിച്ചു പോകുന്നു. അത് രണ്ടൊരു ചത്തതാ, അതിനി ഗതി പിടിക്കത്തില്ല. അങ്ങനെയുള്ളവരാണ് ഈ നുഴഞ്ഞു വന്നിരിക്കുന്ന ആൾക്കാർ. അതാരാന്ന് നിങ്ങൾ ചിന്തിച്ചു? 3-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. 3-ാം വാക്യത്തിലെ ദൈവകൃപയെ നഷ്ടപ്പെടുത്തി ദൈവവചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കാതെ ചുമ്മാ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇറങ്ങത്തിരിക്കും. അവിടെ കറക്റ്റ് പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുക ഇവര്. കാരണം ബൈബിളിലുള്ള കാര്യങ്ങളെ അങ്ങനല്ല ഇങ്ങനാന്ന് പറയുക, പഠിപ്പിക്കുക. അവര് ഈ ക്വാളിഫൈഡ് ആൾക്കാരെ ഇവിടെ പറയുന്ന ഈ ക്വാളിഫിക്കേഷൻ അവർ ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. ഈ 6ാമത്തെ ഇവരുടെ വിവരണം എന്താ? അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഇതെന്താ സംഭവം? എൻ്റെ പല ക്ലാസ്സുകളെ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിനകത്തൊക്കെ ഒന്ന് കയറി നോക്കാമെങ്കിൽ അറിയാം. ഇറ്റീഷണൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതിനകത്തൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ചില എപ്പിസോഡുകളിലുണ്ട് ഈ മെയിൻ ശാസ്ത്രീയ സത്യങ്ങൾ മുഴുവൻ ബൈബിളിലുണ്ട്. ബൈബിളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് പലയിടത്തുണ്ട്. അല്ലെങ്കിൽ ഇനി ആരെങ്കിലും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ എന്നെ എടുക്കാം. 1-2 പറയാം. ഭൂമി ഉരുണ്ടതാണോ? ഭൂമി ഉരുണ്ടതാണെന്ന് ആരാ കണ്ടുപിടിച്ചത്? പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പത്തോളമി, ഹിർപ്പാർക്കസ് എന്നിവർ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചവരാ. എന്നാൽ AD നിയർ അബൌട്ട് 1500 കോപ്പർനിക്കസ് ആണ് പറയുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന്. അന്ന് ഈ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻസ് അവരെ ശിക്ഷിക്കുകയായിരുന്നു. അതിന് കാരണം നിന്നോട് ആര് പറഞ്ഞിട്ടാ പരന്ന ഭൂമി ഉരുണ്ടതാണെന്ന് പറയാം? നിനക്കെന്താ തെളിവ്? ഏകദേശം 200 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഐസക് ന്യൂട്ടനാണ് കണ്ടുപിടിക്കുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന്. യെശയ്യാവ് 40:20 ഹി സിറ്റ്സ് എൻത്രോൺഡ് എബവ് ദി സർക്കിൾ ഓഫ് ദി എർത്ത്. ആഴത്തിനു മീതെ വൃത്തം വരച്ചപ്പോൾ നീ എവിടെയായിരുന്നു? സദൃശവാക്യം 8:27, ലൂക്കോസ് 17:34 ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ ഭൂമി ഉരുണ്ടതാണെന്ന്. പക്ഷെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കോപ്പർനിക്കസ് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടതാ ഈ ലോകം. ഈ ബൈബിളിൽ ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ഈ കൂട്ടിച്ചേർക്കപ്പെട്ട് കിട്ടിയ ബൈബിളിൽ നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിയർ അബൌട്ട് ഒരു AD 398-395 കാലഘട്ടത്തിലാണ് ഈ ബൈബിൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട ശേഷം ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് 2026 ആയല്ലോ. അപ്പോൾ 1700 വർഷം കൂട്ട് നിങ്ങൾ. 1700-650 വർഷം മുൻപേ ബൈബിള് പറയുന്നു ഭൂമി ഉരുണ്ടതാണെന്ന്. പക്ഷേ അത് കണ്ടുപിടിച്ച കോപ്പർനിക്കസിനെ പിടിച്ച് ജയിലിലിട്ടു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന്. അപ്പോഴാണ് ഈ കോപ്പർനിക്കസിനോട് ചെയ്തത് കൊടും പാതകമായി പോയെന്ന് റോമൻസിനും മറ്റും മനസ്സിലാകുന്നത്. ശ്രദ്ധിക്കണമേ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മോസ്റ്റ്ലി ശാസ്ത്രീയ സത്യങ്ങൾ
മുഴുവൻ ബൈബിളിൽ കിടക്കുക. മറ്റൊരു സിസ്റ്റം വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അണുവികരണവും ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബും ഒക്കെ. രണ്ടാമത്തെ വിഷയമാണ് നാവിഗേഷൻ സിസ്റ്റം. ഇന്ന് എയർപ്ലെയിനുകളിലും അതുപോലെ തന്നെ കപ്പലുകൾ ഷിപ്പുകളിലും ഉപയോഗിക്കുന്ന നാവിഗേഷൻ സിസ്റ്റം ഒരു ശാസ്ത്രജ്ഞൻ ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. എല്ലാം അങ്ങനെ പറഞ്ഞു പോയി എപ്പിസോഡ് നീണ്ടുപോകുന്നു. എൻ്റെ സബ്ജക്റ്റ് അതല്ലല്ലോ. ഇവിടുത്തെ എൻ്റെ സബ്ജക്റ്റ് അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളെ ലോകം എന്നാ കണ്ടുപിടിച്ചത്? AD 1971 മുതലൊക്കെ ഇതിൻ്റെ ഗവേഷണം നടക്കുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ ഗവേഷണത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയാണ് ആദ്യം ഇതിൻ്റെ നമുക്കൊരു നിഴല് തരുന്ന ഇങ്ങനെയുള്ള അന്ധകാരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചത്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ കോപ്പർനിക്കസിനെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിൽ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. യൂദായുടെ ലേഖനത്തിൽ കൃത്യമായിട്ടും പറയുകയാണ് അതിൻ്റെ 13-ാം വാക്യത്തിൽ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഈ സദാകാലത്തേക്കും ഇതിനകത്ത് അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുക ഈ നക്ഷത്രങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർസ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി നിങ്ങൾ ശാസ്ത്രം ഒന്ന് പരിശോധിക്കുക. ഞാൻ എൻ്റെ എവിഡൻസ് എനിക്കറിയാമെന്ന് ഇട്ടുതരാം. 1915 ഇതിന് കുറച്ചുകൂടെ കാര്യമായ ഗവേഷണങ്ങൾ ഉണ്ടാകുന്നത്. ഇതാരാണ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു കൃത്യമായ അറിവ് ലോകം തരുന്നില്ല. ഇന്നയാളാണ് ഇതിൻ്റെ തലത്തൊട്ടപ്പൻ എന്നൊന്നും ആരും പറയുന്നില്ല. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീന്, ഐസക് ന്യൂട്ടൺ ഇവരുടെയൊക്കെ ഗവേഷണ ഫലത്തിൻ്റെ ഫലമായിട്ട് പിന്നിങ്ങോട്ട് അനേക ശാസ്ത്രജ്ഞന്മാർ ഇതിനകത്ത് വർക്ക് ചെയ്തു. ഇതിനകത്ത് വളരെ ആഴമായിട്ട് വർക്ക് ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് ആണ്. ഇത് ആധികാരികമായിട്ട് ഇങ്ങനൊരു സംഭവം ഈ ഗാലക്സിയിൽ ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ. ഞാൻ അതിൻ്റെ മനോരമയിലെ കട്ടിങ് ഇട്ട് തരാം. ഇതിനെക്കുറിച്ച് ഇതിനകത്ത് നടക്കുന്ന ഫ്യൂഷൻസിനെ കുറിച്ചും ഇതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചുമുള്ള അനേക വാർത്തകൾ എനിക്ക് തരാനുണ്ട്. ഇതിനെ തമോഗർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഹോളിന് ചുറ്റും പദാർത്ഥങ്ങളും വാതകവും അതിവേഗം ചുറ്റി സഞ്ചരിക്കുന്നു. ഉയർന്ന താപനിലയിലുള്ള ഈ സഞ്ചാരം മൂലം ഇതിൽ നിന്നും പലതരത്തിലുള്ള പ്രകാശവും പുറപ്പെടും. ഈ മേഖലയാണ് അക്രേഷൻ തളിക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കടന്നാൽ പുറത്തു വരാനാകില്ല. അവിടെ എന്താണെന്ന് ആർക്കും അറിയില്ല. എല്ലാ ദ്രാവകവും ഊർജവും ഒരൊറ്റ ബിന്ദുവിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഇടമാകാമെന്ന് ഐൻസ്റ്റീന്റെ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം പറയുന്നു. ഈ ബ്ലാക്ക് ഹോളിനകത്ത് ഈ ഗവേഷണം കണ്ടുപിടിച്ചതിൽ സ്റ്റീഫൻ വില്യം ഹോക്കിങ്സിന് പ്രധാന പങ്കാളിത്തമുണ്ട്. അതുകൂടാതെ ഇവരോടൊത്ത് നടത്തിയ അനേക ഗവേഷകരിലെ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞയായിരുന്നു KT ബൂമൻ. ഇവരെക്കുറിച്ച് 13/4/2019 മലയാള മനോരമയിൽ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ കട്ടിങ് അന്ന് ഞാൻ കട്ട് ചെയ്തിടുന്നു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ അടുത്ത നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയാണ് ആലപ്പുഴ ജില്ലയിലെ മാന്നാറുകാരിയാകുന്ന ധന്യാജി നായർ. അവർ PhD ഒക്കെ എടുത്ത് ഈ ഗവേഷണ സംഘത്തിൻ്റെ കൂടെ അവർ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരാണ് ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഹോളുകൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള ലോകത്താണ് ഇത് കാണുന്നത്. സോളാർ സിസ്റ്റത്തിനകത്ത് മിൽക്കി വേ ഗാലക്സി ഒക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ മിൽക്കി വേ ഗാലക്സിയുടെ പുറത്താണ് ഈ ബ്ലാക്ക് ഹോളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നല്ല, അനേക ബ്ലാക്ക് ഹോളുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയ കാര്യം, ശാസ്ത്രലോകം അവരുടെ ബൈനോക്കുലർ അതിനുള്ളിലേക്ക് ഫോക്കസ് ചെയ്ത് കടത്തി നോക്കിയപ്പോൾ അതിനകത്ത് അന്തമില്ലാത്ത പ്രപഞ്ചം പോലെ കിടക്കുക എന്നാണ് പറയുന്നത്. കാരണം അപ്പം ഞാൻ വായിച്ചപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു എത്തും പിടിയില്ലാത്ത പോലെ അതിനകത്ത് കാര്യങ്ങൾ കിടക്കുക.
അപ്പോൾ എന്താണ് ഈ പ്രപഞ്ചം, എന്താണ് ഈ ലോകം, ഇതിൻ്റെ മേളിലിരുന്ന് സൃഷ്ടിച്ച ദൈവം ആരാണ്? സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് അദ്ദേഹം അവസാനം പാരലൈസ് ആയിപ്പോയി. അദ്ദേഹത്തെ പോലെ വലിയ ശാസ്ത്രജ്ഞൻ ഈ ലാസ്റ്റ് സമയത്ത് അദ്ദേഹം മരിക്കുന്ന കാലം വരെ അദ്ദേഹത്തിൻ്റെ ഗവേഷണം നടത്താൻ ഗൂഗിൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ കമ്പ്യൂട്ടർ ശൃംഖല ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മോളാണ് പിന്നെ അദ്ദേഹത്തെ അതിൽ കൂടി മുന്നോട്ട് ഗൈഡ് ചെയ്ത് ആ ഗവേഷണം മുൻപോട്ട് കൊണ്ടുപോയത്. ആ ടീമിലായിരുന്നു ഞാൻ ഈ പറഞ്ഞ KT ബൂമൻ, ധന്യാജി നായരൊക്കെ ഉണ്ടായിരുന്നത്. ഒരുമാതിരിപ്പെട്ടവർക്ക് ഇതറിയാം. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സംഭവം ലോകത്തിലുണ്ട്. അമേരിക്ക, എൻ്റെ ഓർമ്മശരിയെങ്കിൽ 1967 ആ കാലഘട്ടത്തിൽ 2 സാറ്റലൈറ്റുകൾ അയച്ചു. അതിൻ്റെ ഒന്നിൻ്റെ പേരാണ് വോയേജർ 1, 2 വോയേജർ 2. ഈ വോയേജർ 1 എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം, സൂര്യകിരണങ്ങളുടെ പ്രകാശം എവിടെ വരെ ഉണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ഇന്റർസ്റ്റെല്ലാറിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തിനാ രണ്ടാമത്തേത് അവരെ വോയേജർ 2 അയച്ചെന്ന് ചോദിച്ചാൽ വോയേജർ 1-ലെ സിഗ്നൽസ് വോയേജർ 2 പിടിച്ചെടുത്തിട്ട് അത് ഭൂമിയിലേക്ക് അയക്കണം. പലപ്പോഴും അതിൻ്റെ സിഗ്നലുകൾ ഈ അടുത്ത കാലത്ത് വരെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അതെന്തുമാകട്ടെ, ഏതായാലും പ്രപഞ്ചം എത്ര വലുതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള നിഗൂഢതകളൊന്നും മനുഷ്യൻ അറിയാതിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന എൻ്റെ ദൈവം, പ്ലീസ്, ഞാൻ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ വിട്ടുകളയുക. പക്ഷെ യൂദായുടെ ലേഖനത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി, യൂദായ്ക്ക് തോന്നി. കാരണം ഇതൊരു വലിയ വാർഫീൽഡാണ്. ഈ വാർഫീൽഡിൽ ദൈവസഭയെ ഇല്ലാതാക്കാൻ ദൈവവചനത്തിൻ്റെ ആഴോ നിഴലോ പൊരുളോ ഒന്നും വേണ്ട. ചുമ്മാതെ അനുഗ്രഹം കിട്ടും. യേശുവിൻ്റെ ഒരിക്കൽ പറഞ്ഞ 1 വെച്ചാൽ 2 കിട്ടും, ഇങ്ങോട്ട് പോരെ എന്ന് വെച്ചാൽ ഞങ്ങൾക്കും അതുകൊണ്ട് നല്ല ധനവാന്മാരാകണം. ആ ഒരു മെതേഡിൽ അങ്ങനെയായിരുന്നു ഇരമ്യാവ്, അങ്ങനെയായിരുന്നു യെശയ്യാവ്, അങ്ങനെയായിരുന്നു ആദിമകാലത്തെ. എന്തിനാ കൊച്ചുകുഞ്ഞുപദേശിട്ടുള്ള ദേവദാസന്മാരെ നോക്ക്, അവരൊക്കെ അങ്ങനെയായിരുന്നു. കൊച്ചുകുഞ്ഞുപദേശി ഒരു ദിവസം പള്ളിയിൽ പോകാൻ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുള്ളതാണ്, പള്ളിയിൽ പോകാൻ നേരം ഒരു മുണ്ട് എടുത്തു കൊടുത്തു ഭാര്യ. മുണ്ട് അദ്ദേഹം ഉടുത്തു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഓ കൊള്ളാം, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് ചേരുന്നുണ്ടെന്ന പദമാണ് പറഞ്ഞത്, ചേരുന്നുണ്ട്. കൊച്ചുകുഞ്ഞുപദേശി പെട്ടെന്ന് തിരിഞ്ഞു ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം, എന്താ നീ അത് പറയാൻ കാര്യം? ഉടനെ ഭാര്യ പറഞ്ഞു, ഇതിൻ്റെ കര നിങ്ങൾക്ക് ചേരുന്നുണ്ട്, ബ്യൂട്ടിഫുൾ കരയാന്ന് പറഞ്ഞു. ഇതിലൊരു കരയുണ്ടല്ലോ, ഈ ഒറ്റമുണ്ടിലൊക്കെ കരയുണ്ട്. അപ്പോൾ കൊച്ചുകുഞ്ഞുപദേശി ഉടനെ ആ മുണ്ട് ഊരിയിട്ടിട്ട് പറഞ്ഞു, കരയില്ലാത്ത ഒരു മുണ്ട് തരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ആ മുണ്ടും മാറ്റി ഉടുത്താണ് അദ്ദേഹം. അതാണ് വിശുദ്ധന്മാർ. മോഹങ്ങൾ ജനിക്കുമാര് ശരീരത്തിനായി ചിന്തിക്കരുതെന്നുള്ള വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതാരെങ്കിലും പഠിപ്പിക്കുമോ? യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ലാണെന്ന് തോന്നുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഇവർ ലോകക്കാരല്ല, എൻ്റെ വിശ്വാസികൾ, അവർ ലൗകികരല്ലാതിരിക്കെ. ആര്? യേശുവിലേക്ക് വന്ന വിശ്വാസം. അവർക്ക് ഈ ലോകമോഹങ്ങളും ആഡംബരങ്ങളും അല്ലായിരുന്നു. അപ്പോൾ അതിനെതിരായി പഠിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ഭാഗം കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ കേൾക്കണം. ഈ സ്പിരിച്വൽ വാറിൽ അങ്ങനെ ദൈവസഭയ്ക്കകത്ത് ദൈവസഭയെ ഇല്ലാതാക്കാൻ പൈശാചിക പോരുകൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയും അതുപോലെ തന്നെ ഇവിടെ വെളിച്ച ദൂതന്റെ വേഷത്തിൽ വരുന്ന ദൈവദാസന്മാരെന്നും ദൈവമക്കളെന്നും അഭിമാനിക്കുന്നവർ, ഇതെല്ലാം ഞാനല്ല പറഞ്ഞത്. 2 കൊരിന്തി 11-ാം അധ്യായം 13-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരുന്നു. അങ്ങനെ ദൈവസഭയെയും ദൈവമക്കളെയും കറക്കി കാറ്റിൽ പരത്തി അവരെ വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും വിശ്വസ്തതയിൽ നിന്നും താഴ്മയിൽ നിന്നും വിനയത്തിൽ നിന്നും അഹങ്കാരത്തിലേക്കും അഹംഭാവത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു പഠിപ്പീരിൻ്റെ ദൂതഗണങ്ങൾ അല്ലെങ്കിൽ പഠിപ്പീരിൻ്റെ ആൾക്കാർ ഇവരെ നുഴഞ്ഞു കയറി വന്നിരിക്കുമ്പോൾ യൂദ 7 കാര്യങ്ങൾ
കാര്യങ്ങൾ പറഞ്ഞു. പഴയ കാലത്ത് ദൈവം ചെയ്തത്, സോദോം ഗൊമോര, വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാര്, അതുപോലെ തന്നെ വാസസ്ഥലം മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചവരെ ആ മരുഭൂമിയിൽ കൊന്നൊടുക്കിയത്, മോശയുടെ ശരീരത്തിന് വേണ്ടി വന്ന പിശാച്, കായീന്റെ വഴിയെ, ബിലയാമിന്റെ വഞ്ചന ഉപദേശം, കോരഹിന്റെ മത്സരം, ഇങ്ങനെ 7 കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു. പിന്നെ ഒരു 6 കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ളവ ഇങ്ങനൊക്കെ ആയിരിക്കും. അതിലെ ലാസ്റ്റ് കാര്യമാണ് ബ്ലാക്ക് ഹോൾ, അല്ലെങ്കിൽ വക്രത നിറഞ്ഞ നക്ഷത്രങ്ങൾ. ദൈവത്തിന്റെ ജനമേ, ഇതെന്റെ സബ്ജക്റ്റിനുള്ളിൽ വരുന്നതല്ലെങ്കിലും ഒരു പോയിന്റ് കൂടെ പറയട്ടെ. ഈ ബ്ലാക്ക് ഹോൾ എന്നാ കണ്ടുപിടിച്ചത്? ഇത് ഒഫീഷ്യലി നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കാട്ടെ. 1915 ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ഒഫീഷ്യലി. അതിനു മുൻപ് പലരും ചില ലക്ഷണങ്ങളെ പറഞ്ഞുള്ളൂ. എന്നാൽ 1915 ഇത് ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ ആക്ച്വലി ഈ പെൺകുട്ടികളുടെ ഒക്കെ ഗവേഷണത്താലാണ് ഇത് കൺഫേം ആയിട്ട് ഉറപ്പിക്കുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അതിൻ്റെ പഠനങ്ങളൊക്കെ വളരെ മുന്നേ പോയിരിക്കുകയാണ്. എന്നാൽ ഓർക്കണമേ, ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ പോലും ദൈവം ഈ ഗാലക്സി പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ചിരിക്കുമ്പോൾ, ശാസ്ത്രമേ നീ എന്നാ ഇത് കണ്ടുപിടിച്ചത്? ഇങ്ങനെയുള്ള ഓരോന്നും ഭൂമി ഉരുണ്ടതാണെന്ന് 1900 അല്ലെ 1600 വർഷം മുൻപ് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ, കോപ്പർനിക്കസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിട്ട ലോകമല്ലേ, ശാസ്ത്രലോകമല്ലേ നിങ്ങൾ? അതേസമയം എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അത് ഭൂമി ഉരുണ്ടതാണെന്ന്. നിയർ അബൌട്ട് 1700 വർഷം മുൻപെങ്കിലും എഴുതിയ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നുള്ളതും അന്നേ യൂദ എഴുതി വെച്ചു. പക്ഷേ ഈ ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് 1915. എന്താണ് ദൈവവചനം? ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് ബലം തരട്ടെ, കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇതിനെന്താണ് ഇനി പ്രതിവിധി? കാരണം ഈ പോരിവിടെ ഉണ്ടല്ലോ, ഇതിനെ എങ്ങനെ ജയിച്ചെടുക്കാം? അതാണ് എൻ്റെ അടുത്ത എപ്പിസോഡിലെ സബ്ജക്റ്റ്. എല്ലാവരെയും അതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. అగ్నిని పోలిన నేత్రములు అపరంజి వంటి